നീ ഇവിടെ നിന്ന് ഇറങ്ങണ്ട, അത് പാട്ടൊക്കെ പാടി നോക്ക്, അടിച്ചു പൊളിച്ച് ലൈനൊക്കെ അടിച്ച് നിന്നെ നമ്മളെ പ്രണയിച്ചിട്ടൊക്കെ നീ പോയാൽ മതി. താല്പര്യം പൊക്കോ, ഞാൻ നിർബന്ധിക്കത്തില്ല. നമ്മൾ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. നിനക്ക് പോണെ പൊക്കോ സാ, അല്ലെ പഴയ പഴയ പോലെ ഇപ്പൊ നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല. കേറി വാടാ. ആ പഴയ ദേവയാണോ? എടാ പഴയ ദേവ തന്നെ. ദേവ ഇവിടെ ഒറ്റ ഒരുത്തന്നെ ഉള്ളൂ, ഞാനാ. അന്ന് ഇന്ന് എന്നും ദേവ ദേവ കണ്ട. കേറി വരൂ, കേറി വരൂ. ചുമക്കാരുടെ അധികം അങ്ങോട്ട്. എടി നിന്റെ ഒരു പാട്ട് കേട്ടിട്ട് കൊറേ. ജയ്സ് ഒരു പാട്ട് പാടി. ഞാൻ പാടാറില്ല. നമ്മുടെ പേജിന്റെ പേര് പോലെ തന്നെ പ്രണയഗാനം. നമ്മൾ പ്രണയിച്ചവരല്ലേ ഒരു കാലത്ത്, നമ്മൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ടും പ്രണയിച്ചവരായിരുന്നു നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രണയത്തിന്റെ ആസുലഭ നിമിഷം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിതീവ്രമായ ഒരു ഗാനം തന്നെ ആയിക്കോട്ടെ. എന്ത് എങ്ങനെ? എന്നാ നീ എന്ത് എന്ത് പറയുന്നു? പാടിക്കോ. ഞാൻ ഞാൻ പാട്ടൊന്നും ചെയ്യണം. എന്താ സീനുവിന്റെ ആ മധുരമായ ഗാനം, ആ ഗാനം, അയ്യോ ആ മധുരമായ ആ ഈണത്തോടുള്ള ആ ഒരു ഗാനം അയ്യോ കേൾക്കുമ്പോൾ അയ്യോ അയ്യോ. സത്യം പറഞ്ഞ എടാ പ്രപഞ്ചം മുഴുവൻ എടാ ഇങ്ങനെ. ദേവാ. ദേവു കയറി വാ. പ്രപഞ്ചം മുഴുവനും ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്ന പോലെ. എന്താ സന്തോഷം. ഓ ദേവു കയറി വാ, യു കയറി വരും. താഴെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ താഴെ ആരെങ്കിലും ജോയിൻ കൊടുക്കാം. നമുക്ക് പ്രണയഗാനങ്ങളും ഒക്കെ ആയി പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ച് ഇങ്ങനെ അങ്ങ് പോകാം. ഓക്കെ, നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സേനുവാണ്. പഴയ ആള് മാറി പേരിട്ട് വന്നിരിക്കുന്ന മിണ്ടാണ്ടിക്കടാ. സേനു. നീയൊക്കെ ഏത് ദേശത്ത് വന്നാലും ആ ഓജ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നീ പറ്റിക്കാൻ നിനക്ക് പറ്റത്തില്ല. പറ്റിക്കാൻ നടക്കണം. എനിക്കത് ദേവാന്ന് വിളിച്ചപ്പോ തന്നെ മനസ്സിലായി, ഒറ്റയടിക്കാൻ മനസ്സിലായി. ആളുടെ ഓജ സമയം പേര് വിളിച്ചാൽ മതിയായിരുന്നു. എന്റെ ഇരുത്തി വിളിച്ചാലും നിന്റെ ഓജ സൗണ്ട് തന്നെ. പക്ഷെ എനിക്ക് താഴെ വന്നപ്പോ ആരാന്നറിയില്ലായിരുന്നു. നേരെ കയറിയപ്പോ നീ താഴെ ഇരുന്നാ മതിയായിരുന്നു. ആ ജോയിൻ കൊടുക്കണ്ടായിരുന്നു. അതെ. നീ കൊടുക്കൂല്ലോ, നിനക്ക് കൊച്ചൂസിന്റെ ഒക്കെ പേജിലല്ലേ ചോദിക്കുന്നത്, ഓർത്തില്ല. ദേവാ. അല്ല അല്ല അല്ല, നീ കൊച്ചൂസിന്റെ ഒക്കെ പേജല്ലല്ലേ ജോയിൻ കൊടുക്കുള്ളൂ. നമ്മളെ പോലെ പാവങ്ങളുടെ പേജിലൊന്നും ജോയിൻ കൊടുക്കും. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാടി മലയാള സിനിമയിൽ? അല്ല ഇപ്പൊ ഉള്ള ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്? അന്നും ഒന്നും എനിക്ക് ഒരു പാട്ടും ഇഷ്ടമുള്ളൂ, മിന്നാമിനുങ്ങ്. അതേത്? അതെന്താ അന്നൊന്നും ഒരു പാട്ട് ഇഷ്ടമുള്ളൂ? ഇത് ഫ്ലഫി ആണോ വന്നേക്കുന്നത്? പഴയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഫ്ലഫിയാന്ന് തോന്നുന്നു. അന്നൊന്നും എനിക്ക് ഒറ്റ പാട്ട് ഇഷ്ടമുള്ളൂ. അതെന്താ ഒറ്റ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം? എന്താണ് മിന്നാമിനിങ്ങോട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഇനി ബാക്ക് സ്റ്റോറി, ഇതിന്റെ പുറകെ സ്റ്റോറി എന്താ? ഒരു സ്റ്റോറി ഇല്ല എനിക്ക് ആ പാട്ട്. മറ്റേ പാട്ടാണ് മിന്നാടി 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 മിന്നി. ആ പാട്ടാണോ? മിന്നും നക്ഷത്രപ്പെണ്ണി. പിന്നെ ഏത് പാട്ട്? മിന്നാമിനി. മോഹിനിയാട്ടത്തിന്റെ പാട്ട്. ഓ ഇവിടെ മിന്നാമിനി മിന്നും മിന്നി. ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ജയിച്ചേടാ തിടുക്കം, നമ്മുടെ കൊച്ചൂസിന്റെ അടുത്തേക്കല്ലേ പേടിയാവില്ലേ. ദേവാ. എടീ ഇതിന്റെ കൊച്ചൂസിൽ കണ്ടപ്പോ കൊച്ചൂസ് കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടി ഒരു കൊച്ചിനെ മടച്ചു എന്ന് കേട്ടല്ലോ. സത്യം. ജയ്ഷ എന്താടി ഇട്ട് കളയിലേക്ക് രസമല്ലേ? എന്താ ജയ്ഷ പിണങ്ങി? എന്നാ ജയ്ഷയുടെ പിണക്കം മറ്റു പിണക്കമാനു ജയ്ഷേ ഇണക്കമാനു അടുത്ത് വന്നാലും ജയ്ഷേ മടിച്ചു നിക്കാതെ. എടാ ഫ്ലഫിന്റെ കയറി വേടാം. മിടുക്കി മിടുക്കി ജയ്ഷേ. ജയ്ഷ എന്ത് പറ്റി? എന്താണ് ജയ്ഷന്റെ പ്രശ്നം? എന്ത് പറ്റി? വാട്ട് ഇസ് യുവർ പ്രോബ്ലം? എനിക്കറിയില്ല. എട്ട് കളയുടെ ഇച്ചികള് കേസ് ഇപ്പഴും നോക്കാൻ പറയാനൊക്കെ. ഏ അല്ല, ഓ സോറി, കൊച്ചൂസിനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അയ്യോ സോറി, കൊച്ചൂസിനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. ദേവാ, എടാ നിന്നിപ്പ നിനക്ക് എന്റെ കൊച്ചൂസിനെ കയ്യിൽ പറഞ്ഞ് കിട്ടിയാലേ. ഇപ്പൊ അതിന്റെ കയ്യിൽ കിട്ടിയാൽ നീ പടം പൊടിക്കുന്ന പോലെ പൊടിക്കുമെന്നല്ലേ പറയാവുന്നത്? എനിക്കറിയാവടി. ഉം. യു തിങ്ക് ഐ ആം എ ഇപ്പൊ ഫോൾ? ഒരു ദിവസം ഞാൻ യു തിങ്ക് ഐ ആം എറണാകുളത്ത് എ ഫോൾ? വരണ്ട് എന്തായാലും. ഓക്കെ, പറഞ്ഞുണ്ടോ? നീ ധൈര്യമായിട്ട് പോരെ. നമുക്കങ്ങനെ എറണാകുളത്തൂടെ പാട്ടൊക്കെ പാടി ഒരു ഐസ്ക്രീം ഒക്കെ ഓ, കഴിച്ച്. നിനക്ക് എന്റെ സിയ കൊച്ചല്ലേ പറ്റുള്ളൂ, സിയ. ഏ ദൈവമേ,
അവളെ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയി. അവളെ പിന്നെ അതിന് ശേഷം അവളെ പിന്നെ കണ്ട മെസ്സേജ് പോലും റിപ്ലൈ ചെയ്യുന്നില്ല. കണ്ടതോടെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ ലോകം കൂടായ്പാണ്. അതെ നിങ്ങക്ക് പിന്നെ നിന്റെ സീയ സീയ ഓ ഞാനും വളരെ കല്യാണം ഇന്ന് പോയാലും ഇതെന്ന് പറയുന്നത് ഓൺലി ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ്. നമ്മൾ ഇവിടെ കുറെ അനുഭവിച്ചു. ഞാൻ ഇവിടെ ആരെയും പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല പ്രണയിക്കാനായിട്ട് വരുത്തൂല വേറെ നമ്മളെയൊക്കെ ആര് പ്രണയിക്കാൻ. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ്. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മോളെ. എനിക്ക് ഒന്നാമത് ടൈമില്ല. ജാട പറയുന്നതൊന്നും അല്ല കേട്ടോ. ജാട പറയുന്നതോ അഹങ്കാരം പറയണതോ ഒന്നുമല്ല. നോർമലി സമയമില്ല, വേറെ ഒന്നുമല്ല. കാരണം ഞാൻ ഒന്നാമത് എന്നോട് നീ പിന്നെ അറിഞ്ഞായിരുന്നു എന്നെ അതിഥി വിളിച്ച്, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. അല്ലെ വരില്ലായിരുന്നു. ഫോണില് ഫ്രണ്ട് ആപ്പിന്റെ ദേവ പഴയ പോലെ പേജ് ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ ഫ്രണ്ട് ആപ്പ് റേഡിയോ പേജ് വേണോന്ന് ചോദിച്ചു. ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അതിഥിയോ ഓ സത്യമായിട്ട് വിളിച്ചു. ഓക്കെ ഓക്കെ തള്ളിയതല്ല, ഓക്കെ തള്ളി സത്യമായിട്ടും. ഞാൻ നിനക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം. എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചിട്ട്. എന്നിട്ട് പേജ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്, റേഡിയോ പേജ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. 11:30 തൊട്ട് 12:30 വരെ ഹോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പാട്ടിനെ പറ്റിയേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. അരമണിക്കൂർ പാട്ടിനെ പറ്റി സംസാരിക്കണം, അത് 1 മണിക്കൂർ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ചേട്ടാ കേറി വാ ഞാൻഡ്രാ ഇവള് വന്നടാ. ഇവള് ഞാനെന്നറിയോ നിനക്ക്? നിനക്കറിയില്ല നമ്മുടെ ചേട്ടാ കൊച്ചൂസിന്റെ ക്രഷ്. എടാ പക്ഷെ എടാ ജയിച്ചില്ല. ആണ് ഒന്ന് പരിചയപ്പെടുത്തോ? എനിക്കറിയില്ല. എടാ ജയിച്ച പ്രവിശേനെ എടാ ഓള അറിയില്ല. ഇനി പ്രൈവേറ്റ് ഇല്ല, ഒന്ന് പരിചയപ്പെടുത്തോ? എടാ ജയ്സൺ. ഞാൻ പണ്ട് പുറകെ നടന്നത് എന്റെ പുറകെ നടന്നില്ലേ? ഓർക്കണില്ലേ? ജയ്ഷ ഓക്കെ. മറ്റേ ഇതുണ്ടായിരുന്നു, ഓർമ്മയില്ല. റേഡിയോ കേൾക്കണ്ട. ആ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. വെറും കോഴി. നമ്മുടെ കൊച്ചൂസ് സ്റ്റാർ പറഞ്ഞ പുറാണക്കാളത്. അതെ അതിന്റെ ഇടയിൽ കൊച്ചൂസിന്റെ ഡയനാന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. അല്ല ആയിരുന്നു. അത് അവന് തലയ്ക്ക് ഭ്രാന്തായിട്ടാ പ്രയോഗിച്ചേട്ടാ. അല്ല, അതെ അതെ എനിക്ക് തലയ്ക്ക് ഭ്രാന്താണല്ലോ. കൊച്ചൂസ് എനിക്ക്